ഹലോ, 3F വെർട്ടിക്കൽ പൊസിഷനിൽ 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിലെ ഓപ്പൺ കോർണർ ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഡ്രോയിങ് അനുസരിച്ച് ജോബ് തയ്യാറാക്കി സജ്ജമാക്കുക. ഇലക്ട്രോഡ്, കറന്റ്, പൊളാരിറ്റി എന്നിവ തിരഞ്ഞെടുക്കുക. ഷോർട്ട് ആർക്ക്, ടാക്ക് വെൽഡ് എന്നിവ സജ്ജമാക്കുക. റൂട്ട്, സെക്കൻഡ്, തേർഡ് വീവിംഗ് റൺസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫേസ് ഡിഫക്ട്സുകൾ വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. MS പ്ലേറ്റിൽ ഓപ്പൺ കോർണർ ജോയിന്റിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും: 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള 2 മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ്, E6010 അല്ലെങ്കിൽ E6011 പോലുള്ള അനുയോജ്യമായ വെൽഡിംഗ് ഇലക്ട്രോഡ്സ് ഉള്ള ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMAW, മെറ്റൽ ഫയൽസ്, ക്ലാംപ്സ്, വെൽഡിംഗ് ടേബിൾ, വയർ ബ്രഷ് and chipping hammer. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMAW ഉപയോഗിച്ച് 3F വെർട്ടിക്കൽ പൊസിഷനിൽ 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ ഓപ്പൺ കോർണർ ജോയിന്റ്സിനുള്ള നടപടിക്രമം ഇതാ. വയർ ബ്രഷ് ഉപയോഗിച്ച് 2 മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സുകൾ വൃത്തിയാക്കുക എന്നതാണ് ആദ്യ പടി. വെൽഡിങ്ങിന് ശേഷം ബെറ്റർ ഫ്യൂഷന് വേണ്ടി പ്ലേറ്റ്സിൽ സ്ക്വയർ എഡ്ജസുകൾ തയ്യാറാക്കുക. വെൽഡ് ചെയ്യേണ്ട 2 പീസസ് 90 ഡിഗ്രി ആംഗിളിൽ വെർട്ടിക്കലി വയ്ക്കുക. ക്ലാംസുകൾ ഉപയോഗിച്ച് അവയെ ഹോൾഡ് ചെയ്യുക. തുടർന്ന് 1.5 മുതൽ 2 മില്ലിമീറ്റർ വരെ യൂണിഫോം റൂട്ട് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും 2 പ്ലേറ്റ്സുകളും ഒരുമിച്ച് ടാക്ക് വെൽഡ് ചെയ്യുകയും പ്ലേറ്റ്സുകളുടെ ആന്തരിക മുഖങ്ങൾക്കിടയിൽ 87 ഡിഗ്രി കോണുണ്ടാക്കുകയും ചെയ്യുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ജോയിന്റ് നന്നായി വൃത്തിയാക്കുക. ഇപ്പോൾ ജോയിന്റ് വെർട്ടിക്കലി മുകളിലേക്ക് വെൽഡ് ചെയ്യണം. അതിനായി നമ്മൾ വെൽഡിങ്ങിന്റെ 3 പാളികൾ നൽകേണ്ടതുണ്ട്. അവ റൂട്ട് റൺ, ഇന്റർമീഡിയറ്റ് റൺ ആൻഡ് ഫൈനൽ റൺ. ആദ്യം നമ്മൾ റൂട്ട് റൺ ഉപയോഗിച്ച് തുടങ്ങും. 3.15 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഇലക്ട്രോഡ് എടുത്ത് വെൽഡിംഗ് മെഷീനിൽ 110 ആംപിയർ സജ്ജമാക്കുക. ജോയിന്റിൽ ഇനീഷ്യൽ ആർക്കിൽ ആരംഭിച്ച് വെൽഡിംഗ് ആരംഭിക്കുക. തുടർന്ന് വെർട്ടിക്കലി മുകളിലേക്ക് വെൽഡിംഗ് തുടരുക. വെൽഡിന്റെ ലൈനിലേക്ക് 80 ഡിഗ്രി ഇലക്ട്രോഡ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇലക്ട്രോഡിലേക്ക് വീവിംഗ് മോഷൻ കൊടുക്കുകയും ചെയ്യുക. റൂട്ട് റൺ പൂർത്തിയായി കഴിഞ്ഞാൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് ഏരിയ വൃത്തിയാക്കി വെൽഡ്മെന്റ് ഏരിയ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. തുടർന്ന് റൂട്ട് റണ്ണിന് മുകളിലൂടെ ഇന്റർമീഡിയറ്റ് റൺ ആരംഭിക്കുക. ഇതിനായി 4 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഇലക്ട്രോഡും 160 ആംപിയർ വെൽഡിംഗ് കറണ്ടും എടുക്കുക. ഇലക്ട്രോഡിന്റെ ആംഗിൾ വെൽഡ് ലൈനിന്റെ 80 ഡിഗ്രി ആയിരിക്കണം. ഷോർട്ട് ആർക്ക് ലെങ്ത് ആയിരിക്കണം. ഇന്റർമീഡിയറ്റ് റൺ പൂർത്തിയായി കഴിഞ്ഞാൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് ഏരിയ വൃത്തിയാക്കി വെൽഡ്മെന്റ് ഏരിയ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. തുടർന്ന് ഇന്റർമീഡിയറ്റ് റണ്ണിൽ ഫൈനൽ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനായി 4 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഇലക്ട്രോഡും 160 ആംപിയർ വെൽഡിംഗ് കറണ്ടും എടുക്കുക. മുമ്പത്തെ റൺസുകളിൽ ഉപയോഗിച്ച അതേ വെൽഡിംഗ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഫൈനൽ റൺ പൂർത്തിയായി കഴിഞ്ഞാൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് ഏരിയ വൃത്തിയാക്കി വെൽഡ്മെന്റ് ഏരിയ ദൃശ്യപരമായി പരിശോധിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സുകളിൽ സ്ക്വയർ എഡ്ജസ് തയ്യാറാക്കി 90 ഡിഗ്രി കോണിൽ വെൽഡ് ചെയ്യേണ്ട 2 പീസസ് വെർട്ടിക്കലി പൊസിഷൻ ചെയ്യുക. 3.15 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഇലക്ട്രോഡ് എടുത്ത് വെൽഡിംഗ് മെഷീനിൽ 110 ആംപിയർ സജ്ജീകരിക്കുക. പ്ലേറ്റ്സുകളുടെ ആന്തരിക മുഖങ്ങൾക്കിടയിൽ
87 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ 2 പ്ലേറ്റ്സുകളും ഒരുമിച്ച് ടാക്ക് വെൽഡ് ചെയ്യുക. ഓപ്പൺ കോർണർ ജോയിന്റിലെ വെൽഡിങ്ങിന്റെ 3 പാളികൾ റൂട്ട് റൺ, ഇന്റർമീഡിയറ്റ് റൺ, ഫൈനൽ റൺ എന്നിവയാണ്. ഓരോ റണ്ണിലും വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് ഏരിയ വൃത്തിയാക്കുക. അവസാനം വെൽഡ്മെന്റ് ഏരിയ ദൃശ്യപരമായി പരിശോധിക്കുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. 3F വെർട്ടിക്കൽ പൊസിഷനിൽ 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിലെ ഓപ്പൺ കോർണർ ജോയിന്റ് വെൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.